ഇന്ത്യയിലെ കത്തോലിക്ക രൂപതകളിൽ ബോംബെ കഴിഞ്ഞാൽ വിശ്വാസപരമായും സാമ്പത്തികമായും ഏറ്റവും വലിയ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു മെത്രാൻ പോലുമില്ല. സിറോ മലബാർ സഭയുടെ 2024 ഇയർ ബുക്കിൽ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് സഭയിലെ മൊത്തം വിശ്വാസികളുടെ എണ്ണം 43,96,472 ആണ്. 6,59,000 വിശ്വാസികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപത സഭയിലെ ഏറ്റവും വലിയ രൂപതയാണ്. ഇത് ആകെ വിശ്വാസികളുടെ 15% വരും. 2,826 വിശ്വാസികളുള്ള സാറ്റ്ന രൂപതയും 4,500 വിശ്വാസികളുള്ള ബിജ്നോർ രൂപതയും അടക്കം 5,000-ൽ താഴെ വിശ്വാസികളുള്ള 5 രൂപതകളുണ്ട്. അവിടെയുള്ള 19,364 വിശ്വാസികൾക്കായി 5 മെത്രാന്മാരുണ്ട്. 21 രൂപതകളിലെ മൊത്തം വിശ്വാസികൾ 6,11,260 മാത്രമാണ്. കുർബാനയിൽ ഐക്യരൂപം ഉണ്ടാക്കാൻ എന്ന പേരിൽ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് കൽതായ കുർബാന അടിച്ചേൽപ്പിക്കാനായിരുന്നു ഈ ശ്രമം. എന്നാൽ കഴിഞ്ഞ 50 വർഷത്തിലധികം എറണാകുളത്തിന് വടക്കുള്ള രൂപതകളിൽ 50 വർഷത്തിലധികമായി അനുഷ്ഠിച്ചു വന്നിരുന്ന ജനാഭിമുഖ കുർബാന ക്രമമാണ് നിർബന്ധമായി മാറ്റിയത്. മാർപ്പാപ്പയുടെ പ്രതിനിധിയായി 2021 ആഗസ്റ്റ് മാസത്തെ സിനഡിൽ പങ്കെടുത്ത നുൻഷ്യോ ഏകരൂപത്തിലുള്ള കുർബാന സഭയ്ക്കുള്ളിലെ ഐക്യം നശിപ്പിക്കരുതെന്ന പ്രത്യേകം പറഞ്ഞിരുന്നു. അത് വകവെക്കാതെയാണ് പുതിയ കുർബാനക്രമം അടിച്ചേൽപ്പിച്ചത്. 460 വൈദികരും 6.59 ലക്ഷം വിശ്വാസികളുമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരം കണക്കിലെടുക്കാതെയാണ് 2001 സിനഡ് തീരുമാനങ്ങളുടെയും കാനൻ നിയമങ്ങളും CCEO 1507 ലംഘിച്ച് പുതിയ കുർബാനക്രമം നടപ്പിലാക്കിയത്. ഇതിനെതിരെ എറണാകുളം, തൃശൂർ, ഇരിഞ്ഞാലക്കുട തുടങ്ങിയ രൂപതകളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഇവിടങ്ങളിലെ മെത്രാന്മാരുടെ ഭീഷണിക്ക് മുന്നിൽ എറണാകുളം ഒഴികെയുള്ള രൂപതകൾക്ക് കീഴടങ്ങേണ്ടി വന്നു. എന്നാലും ഇവിടങ്ങളിൽ ഈ പ്രശ്നം നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലെ പല വൈദികരും ഇപ്പോഴും ജനാഭിമുഖ കുർബാനയാണ് അർപ്പിക്കുന്നത്. വളരെയധികം ഭീഷണികളും താക്കീതുകളും ഉണ്ടായെങ്കിലും അത് വകവയ്ക്കാതെ എറണാകുളത്തെ വൈദികരും വിശ്വാസികളും ഇതിനെതിരെ ശക്തമായി പൊരുതുകയാണ്. സിനഡിൽ നിന്നും നിയോഗിച്ച 2 മെത്രാൻ സമിതിയുമായി ഉരുത്തിരിഞ്ഞ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ സിനഡിലെ വിരലിലെണ്ണാവുന്ന മെത്രാന്മാരുടെ എതിർപ്പ് മൂലം നടപ്പിലായില്ല. അതിൽ ഒരു ചർച്ചയിലെ തീരുമാനങ്ങൾ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ സിറിൽ വാസിൽ മെത്രാപ്പോലിത്തായുടെ കാർമ്മികത്തിലായിരുന്നിട്ട് പോലും 2-3 മെത്രാന്മാരുടെ ശക്തമായ എതിർപ്പ് മൂലം അത് നടപ്പായില്ല. ഇവിടെയുള്ള ചട്ടലംഘനവും നിയമലംഘനവും 1999 സിനഡാണ് 50-50 കുർബാനക്രമം നടപ്പാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ എറണാകുളത്തിന് വടക്കുള്ള രൂപതകൾ തലശ്ശേരി ഒഴികെ ജനാഭിമുഖ കുർബാന തുടർന്നു പോന്നു. അതുകൊണ്ട് 2001 സിനഡ് കുർബാനക്രമത്തിൽ തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചു. ഇതെല്ലാം സിനഡ് നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ താഴെ പറയുന്ന തീരുമാനങ്ങളും എടുത്തു. 1. മേലിൽ ലിറ്റർജി സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മെത്രാന്മാർ നേരിട്ട് ഹാജരാകണം. 2. തീരുമാനങ്ങൾ ഏകകണ്ഠമായിരിക്കണം. 2021 സിനഡിലാണ് പുതുക്കിയ 50-50 കുർബാനക്രമം നടപ്പിലാക്കിയത്. കോവിഡ് മൂലം 2021 സിനഡ് ഓൺലൈനായി നടത്തിയതിനാൽ മെത്രാന്മാർക്ക് നേരിട്ട് ഹാജരാകുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് 1ാമത്തെ നിബന്ധന നടപ്പായില്ല. ഈ തീരുമാനത്തെ 16 മെത്രാന്മാർ വാക്കാലും 6 മെത്രാന്മാർ കത്ത് മുഖേനയും എതിർത്തു. അതിനാൽ 2ാമത്തെ നിബന്ധനയും നടപ്പായില്ല. ഈ 2 കാരണങ്ങളാൽ തന്നെ 2021 സിനഡ് തീരുമാനം അസാധുവാണ്. കാനൻ നിയമം CCEO 1507 അനുസരിച്ച് 30 കൊല്ലത്തിലധികം ഒരു ആചാരം തുടർന്നു പോന്നാൽ ആ ആചാരം നിയമമായി മാറും. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ അതാത് രൂപതകളുടെ അനുവാദം വേണം. 2001 മുതൽ 2020 വരെ ഒരു സിനഡിലും കുർബാന പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല എന്ന് സിനഡ് നോട്ടുകൾ പരിശോധിച്ചാൽ വ്യക്തമാവും. എന്നാൽ 1999 മുതലുള്ള എല്ലാ സിനഡിലും തുടർച്ചയായി ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷമാണ് തക്സ അംഗീകരിച്ചത് എന്ന്
മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് 2020 നവംബർ 9 തക്സയ്ക്ക് മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിയത്. സിനഡ് അംഗീകരിച്ച തക്സ മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടനടി നടപ്പാക്കേണ്ടതാണ്. പക്ഷേ തക്സയിൽ റൂബ്രിക്സ് ഇല്ലാതിരുന്നതിനാൽ ആ തീരുമാനം മാറ്റിവെച്ചു. 2021 സിനഡിൽ റൂബ്രിക്സ് അനധികൃതമായി കൂട്ടിച്ചേർച്ചതിന് ശേഷമാണ് സിനഡ് കുർബാന നടപ്പിലാക്കിയത്. റൂബ്രിക്സ് കൂട്ടിച്ചേർത്ത 2021 ഓഗസ്റ്റ് സിനഡിൽ നോട്ടിന്റെ ഭാഗം താഴെ കൊടുക്കുന്നു. മേക്കിംഗ് റെഫറൻസ് ടു ദി ലെറ്റർ ഫ്രം ദി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ dated 9th November 2020, one member pointed out that clear rubrical instruction should certainly be included in the liturgical book regarding the uniform mode of the celebration of the Holy Kurbana. The celebrant shall face the faithful at the bema during the liturgy of the word, turn towards the altar in the same direction that the faithful are facing for the liturgy of the Eucharist, and once again face the faithful during the concluding rites after the Holy Communion. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അദ്ദേഹത്തെ കൊണ്ട് സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം അതിരൂപതയ്ക്ക് കത്തയപ്പിച്ചതും വീഡിയോ സന്ദേശം അയച്ചതും. അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത അർപ്പിക്കുന്നത് മാർപ്പാപ്പ അംഗീകരിച്ച ദിവ്യബലി തന്നെയാണ്. 2024 മെയ് മാസത്തിൽ പെർമനന്റ് സിനഡ് അംഗങ്ങൾ മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. ബോസ്കോ പിതാവും കൂടാതെ ജസ്റ്റിസ് കുര്യൻ ജോസഫും മുൻ വത്തിക്കാൻ സ്ഥാനപതി ശ്രീ ഫാബിയൻ അടക്കമുള്ള അൽമായ പ്രതിനിധികളും മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ച് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു മാർപ്പാപ്പയുടെ ഉപദേശം എന്നാണ് മനസ്സിലായത്. സീറോ മലബാർ സഭ ഒരു സ്വയം ഭരണാധികാരമുള്ള സഭയാണെന്നും സുയി യൂരിസ് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഭാ സിനഡിന് അധികാരമുണ്ടെന്നുമാണ് മാർപ്പാപ്പ സിനഡിന് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പയുടെ വാക്കാലുള്ള നിർദ്ദേശം പോലും ഒരു കൽപ്പനയായി കണക്കാക്കണം എന്നാണ് നിയമം. വത്തിക്കാന്റെ നിർദ്ദേശമനുസരിച്ച് 2024 ജൂൺ മാസം 14 എറണാകുളത്തെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കുവാൻ സിനഡിന്റെ ഒരു അടിയന്തര യോഗം ഓൺലൈനായി കൂടുവാൻ തീരുമാനിച്ചു. എന്നാൽ ജൂൺ മാസം 9 തട്ടിൽ പിതാവും ബോസ്കോ പിതാവും ഒപ്പിട്ട എറണാകുളം അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി അന്ത്യശാസനവുമായി ഒരു സർക്കുലർ പുറത്തിറക്കി. സിനഡ് എടുക്കേണ്ട തീരുമാനങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും മാത്രം തീരുമാനിച്ചതുവഴി സഭ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നതായും കത്തോലിക്ക സഭയുടെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു പോകുന്നതായും കണക്കാക്കപ്പെടും. സഭയിലെ ഏറ്റവും വലിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 460 പരം വൈദികരും 6,59,000 വിശ്വാസികളുമാണ് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത്. അവരുടെ വാദം കേൾക്കാതെ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുവാൻ കാനൺ നിയമത്തിലോ ഇന്ത്യൻ ഭരണഘടനയിലോ വകുപ്പുകളുണ്ടോ? ഏതായാലും എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഈ വെല്ലുവിളി ഒറ്റക്കെട്ടായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമൂലം ഇപ്പോഴത്തെ പ്രതിസന്ധി വേറൊരു തലത്തിലേക്ക് നീങ്ങും എന്നുറപ്പാണ്. പ്രത്യേകിച്ചും സഭയ്ക്കെതിരെ ബാഹ്യശക്തികളിൽ നിന്നുമുള്ള വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയെങ്കിലും വിശ്വാസികളെ തമ്മിലടിപ്പിക്കാതെ സഭയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുള്ള കുർബാന എന്ന പിടിവാശി ഉപേക്ഷിച്ച് അനധികൃതമായി കൂട്ടിച്ചേർത്ത റൂബ്രിക്സ് ഒഴിവാക്കി സഭയെ ശരിയായ ദിശയിൽ നയിക്കുവാൻ സഭാപിതാക്കന്മാർ ശ്രമിച്ചാലേ സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമുള്ള അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ച് സഭയിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സഭ കൂടുതൽ പതനത്തിലേക്ക് വീഴും എന്നതിന് സംശയമില്ല.